ഹലോ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16 വരുന്നത് പ്രോബബിലിറ്റിയിൽ നിന്നുള്ള ചോദ്യമാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണിത്. നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 16 എന്താണെന്നുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കൂ. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2 marbles ആർ ഡ്രോൺ. ഓക്കെ, 2 marbles ആർ ഡ്രോൺ ഇൻ സക്സഷൻ. തുടർച്ചയായി 2 മാർബിളുകൾ എടുക്കുകയാണ്. ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് 10 റെഡ്, 30 white, 20 blue and 15 orange marbles. Okay, with replacement ആണ് ചെയ്യുന്നത്. Made one after each drawing. അപ്പോൾ വിത്ത് റീപ്ലേസ്മെന്റ് ആണ് അത് ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? വൺ ആഫ്റ്റർ ദി അതർ ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് ദി ഫസ്റ്റ് ഡ്രോൺ മാർബിൾ ഇസ് റെഡ് ആൻഡ് സെക്കൻഡ് ഡ്രോൺ മാർബിൾ ഇസ് വൈറ്റ് ഈസ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അതിനകത്ത് 10 റെഡ് ഉണ്ട്, 30 വൈറ്റ് ഉണ്ട്, 20 ബ്ലൂ ഉണ്ട്, അതുപോലെ 15 ഓറഞ്ചസ് ഉണ്ട്. ഓക്കെ, ടോട്ടൽ മാർബിൾസ് എന്ന് പറയുന്നത് 75 അല്ലേ? 40, 60, 75 ആണ്. നമുക്ക് വേണ്ട റിക്വയർഡ് പ്രോബബിലിറ്റി ഡയറക്റ്റ് ആണിത്. റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഡ്രോൺ എന്തായിരിക്കണം? റെഡ് ആയിരിക്കണം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ആൻഡ് ദെൻ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രോബബിലിറ്റി ഗെറ്റിംഗ് എ റെഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 10 റെഡ് ആണ് അല്ലേ? 10 റെഡ് ഫേവറബിൾ 10 ആണ്, ടോട്ടൽ 75 ആണ്. സെയിം ടൈം ടോട്ടൽ 30 വൈറ്റ് ആണ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് മാർബിൾസ് 75 ആണ്. നമുക്കറിയാം 10 × 30 300 വരും. 300 ഡിവൈഡ് ബൈ 75 × 75 300 കട്ട് ചെയ്യുന്ന സമയത്ത് 4 അല്ലേ? സോ ദിസ് ആൻസർ ഈസ് ഗോയിങ് ടു ബി 4/75. സോ വാട്ട് ഈസ് ദി ആൻസർ? 4/75. So option 4 is correct. വളരെ എളുപ്പമല്ലേ ചോദ്യം? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും കാണാം.